ഇന്നും തെരച്ചിൽ കാര്യമായതിനെ തുടർന്നു മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങളടക്കം കണ്ടെത്തിയെന്നാണ് മനസ്സിലാകുന്നത്. നിരവധി ആളുകൾ ഈ വെള്ളപ്പൊക്കത്തിൽ ഈ മണ്ണിടിച്ചിലിൽ ഒഴുകിപ്പോയ ഒരു പുഴ കൂടിയാണ്. വിവരങ്ങളുമായി ഐഷത്തുൽ ഷംന ചേരുന്നു. ഷംന, ഏറ്റവും പുതിയ വിവരങ്ങൾ, ഇന്ന് ലഭിച്ച മൃതശരീരങ്ങൾ തിരിച്ചറിയാനായിട്ടുണ്ടോ? മറ്റു കാര്യങ്ങൾ? രഞ്ജിത്ത്, ഇന്ന് 10 അവശിഷ്ടങ്ങളടക്കം ശരീരഭാഗങ്ങളടക്കം 15ഓളം മൃതദേഹങ്ങളാണ് ഇന്ന് ചാലിയാർ പുഴയുടെ വിവിധ മേഖലകളിൽ നിന്നായി കിട്ടിയത്. ഇതിൽ തന്നെ കൈപ്പിനി ഭാഗത്ത് നിന്നായിരുന്നു ഇന്ന് ആദ്യത്തെ മൃതദേഹം ലഭിച്ചത്. പിന്നീട് ഇന്ന് 7:30 വരെ തിരച്ചിൽ തുടർന്നിരുന്നു. ഈ 7:30യോടുകൂടി മൃതദേഹങ്ങളടക്കം 15ഓളം മൃതദേഹങ്ങളാണ് ഇന്ന് ലഭിച്ചത്. ഒപ്പം തന്നെ ചാലിയാർ പുഴയിൽ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് കൂടുതൽ ഊർജിതമായി തിരച്ചിൽ നടന്നു. ഈ വരും ദിവസങ്ങളിലും കൂടുതൽ ഊർജിതമായി തന്നെ ഈ മേഖലയിൽ തിരച്ചിൽ നടത്തുമെന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. ഇവിടെ വനം വകുപ്പ്, നേവി, പോലീസ് ഉദ്യോഗസ്ഥർ ആ മേഖലയിലെ ഈ ചാലിയാർ പുഴ കടന്നു പോകുന്ന പോത്തുകൽ, മുണ്ടേരി ഭാഗത്തെ വനമേഖലയിൽ താമസിക്കുന്ന അവിടുത്തെ ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർ, നാട്ടുകാർ തുടങ്ങിയവർ ചേർന്നുകൊണ്ട് സന്നദ്ധമായി 10 ടീമുകളായി തിരിഞ്ഞ് ചാലിയാർ പുഴയിൽ തിരച്ചിൽ നടത്തുകയാണ്. ഏകദേശം 40 കിലോമീറ്ററാണ് ചാലിയാർ പുഴ കടന്നു പോകുന്ന മേഖല. ഇവിടെ ഈ 5 കിലോമീറ്ററുകൾ ഇടവിട്ട് ഓരോ ടീമും നിന്ന് അങ്ങനെ ഒരു മൊത്തം അങ്ങനെയായിരുന്നു ഇന്ന് തിരച്ചിൽ ഉണ്ടായിരുന്നത്. വരും ദിവസങ്ങളിലും ഇതുപോലെ തന്നെ ആയിരിക്കും തിരച്ചിൽ എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലായി പുഴയിലായിരുന്നു കൂടുതലായി തിരച്ചിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നു മുതൽ അത് കൂടുതലായി വനമേഖലകളിലേക്ക്, അതുപോലെ പുഴയുടെ തീരങ്ങളിൽ വന്നടിഞ്ഞ അവശിഷ്ടങ്ങൾ, മരങ്ങൾ, കടപുഴകി വീണ് കുത്തിയൊഴുകി വന്ന മരങ്ങൾ, അതിനിടയിലൊക്കെയാണ് ഇന്നും ഇനിയുള്ള ദിവസങ്ങളിലും കൂടുതലായി തിരച്ചിൽ ഉണ്ടാവുക. ഒപ്പം തന്നെ ഈ മൺകൂനകളിൽ അതിനടിയിൽപ്പെട്ട മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നത് വളരെ ദുഷ്കരമായ ഒരു കാര്യം കൂടിയാണ്. പ്രത്യേകിച്ച് ഇന്ന് ചാലിയാറിൽ മഴ ഉണ്ടായിരുന്നെങ്കിൽ പോലും കൂടുതൽ സമയം നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വെയിൽ അടിക്കുമ്പോൾ ഈ മണ്ണ് ഉറച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് അവിടെ നിന്നും ഈ മണ്ണിൽ നിന്നും മൃതദേഹങ്ങൾ കണ്ടെത്തുക എന്നുള്ളതും വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. എന്തായാലും ഈ മേഖലകളിലായിരിക്കും ഇനിയുള്ള തിരച്ചിൽ നടപടികൾ ഉണ്ടാവുക. ഒപ്പം തന്നെ ഈ മുണ്ടേരി ഫാമിനകത്തോട്ടുള്ള വനമേഖല, അവിടെയാണ് കൂടുതൽ മൃതദേഹങ്ങൾ വന്ന് അടിഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ആ മേഖലയിലോട്ട് കൂടുതൽ കാര്യമായി തിരച്ചിൽ ഉണ്ടാകും. ഇന്ന് ഇതുവരെ 15 മൃതദേഹങ്ങൾ അടക്കം ഇതുവരെ ചാലിയാറിൽ നിന്നും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിയത് 188 മൃതദേഹങ്ങളാണ്. ഇതിൽ 180 എണ്ണത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. 149 എണ്ണം വയനാട്ടിലോട്ട് കയറ്റിവിട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ബാക്കിയുള്ള ഇന്ന് അടക്കം ലഭിച്ച മൃതദേഹങ്ങൾ പകുതിയിലധികവും ശരീരഭാഗങ്ങൾ മാത്രമാണ് ലഭിച്ചത്. അതിൽ തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ജീർണിച്ചതാണ്. ഈ മൃതദേഹം മുഴുവനായി ലഭിച്ചത് പോലും ജീർണിച്ച് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ മൃതദേഹങ്ങൾ ഇനി വയനാട്ടിലോട്ട് കയറ്റി അയക്കേണ്ടതില്ല എന്നാണ് ഇപ്പോൾ തീരുമാനം. ഈ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലുള്ള ഈ മൃതദേഹങ്ങൾ നിലമ്പൂരിൽ തന്നെ ആയിരിക്കും ഇനി സംസ്കരിക്കുക. അതിൽ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നവ ഐഡന്റിഫൈ ചെയ്തിട്ടും ബന്ധുക്കൾ ഏറ്റുവാങ്ങാൻ ആരുമില്ലാത്തത്, അത്തരം മൃതദേഹങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ അനുമതിയോടുകൂടി അവരുടെ നേതൃത്വത്തിൽ അവരുടെ ഈ മൃതദേഹങ്ങളുടെ അവരുടെ വിശ്വാസപ്രകാരം, ആചാരപ്രകാരം ഇവിടെ അടക്കം ചെയ്യും. അല്ലാത്തവ ബാക്കിയായും നിലമ്പൂരിൽ തന്നെ സംസ്കരിക്കും. ഒപ്പം തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നതും ബന്ധുക്കൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നതും ബന്ധുക്കൾ ഏറ്റുവാങ്ങാനുള്ളതും മാത്രമായിരിക്കും ഇനി മുതൽ വയനാട്ടിലോട്ട് അയക്കുക. ഇന്നടക്കം ലഭിച്ച മൃതദേഹങ്ങൾ അങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ഇന്ന് 188 മൃതദേഹങ്ങളിൽ 149 എണ്ണം മാത്രമേ ഇപ്പോൾ വയനാട്ടിലോട്ട് കയറ്റിവിട്ടിട്ടുള്ളൂ. ബാക്കിയുള്ളവ ഇനി ഇവിടെ തന്നെ സംസ്കരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ വലിയൊരു പ്രശ്നമുള്ളത് ഈ ചാലിയാർ പുഴ എന്ന് പറയുന്നത് പലരും, ആ മേഖലയിലൂടെ കടന്നു പോകുന്ന പലരും കുടിവെള്ളത്തിന് വരെ ആശ്രയിക്കുന്ന ഒരു പുഴയാണ്. അതുകൊണ്ട് തന്നെ ഈ പുഴയുടെ ശുദ്ധജലമാണ് ആ പുഴയിലൂടെ വരുന്നത് എന്ന് ഉറപ്പാക്കേണ്ടത്, എത്രയും പെട്ടെന്ന് ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണ്. അപ്പൊ അതിനായുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് തുടങ്ങുമെന്ന് തന്നെയാണ് ഇപ്പോൾ മന്ത്രിമാരടക്കം നമ്മോട് സൂചിപ്പിച്ചത്. ഇനി അതിൽ എന്തെങ്കിലും തടസ്സം നേരിടുകയാണെങ്കിൽ അവർക്ക് കുടിവെള്ളത്തിനായുള്ള മറ്റ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്നും മന്ത്രി പി പ്രസാദ് അടക്കമുള്ളവർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്നടക്കം ഒരു തവണ തെരച്ചിൽ നടന്ന മേഖലകളിൽ കൂടി തന്നെയാണ് ഇന്ന് തെരച്ചിലുണ്ടായത്. പ്രത്യേകിച്ചും മുണ്ടേരി, അതുപോലെ പോത്തുകൽ ഭാഗത്തൊക്കെ ഒരു തവണ തെരച്ചിൽ നടന്നതാണ്. വീണ്ടും
ആ ഒരു പ്രദേശങ്ങളിൽ കൂടി തിരച്ചിൽ നടത്തും. ഒരു മൃതദേഹവും അല്ലെങ്കിൽ ഒരു അവശിഷ്ടവും പോലും ഇനി ഇല്ലെന്ന് ഉറപ്പാക്കും വരെ ഈ തിരച്ചിൽ തുടരുമെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. വനം വകുപ്പ്, പോലീസ്, നേവി അത്തരം ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാര്, നാട്ടുകാര്, ആ മേഖലയിലുള്ള ആദിവാസികൾ, മറ്റ് സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെയുള്ളവരാണ് തിരച്ചിൽ നടത്തുന്നത്. ഇന്നത്തെ പോലെ തന്നെ കിലോമീറ്ററുകൾ ഇടവിട്ട്